റോസ്മേരി സലീം. അന്ന. അമൃത. മൂന്നുപേരും എന്ത് ചെയ്യുക? പ്ലസ് ടു കഴിഞ്ഞു. മൂന്നുപേരും പ്ലസ് ടു ഒരേ സ്കൂളിലാണ്. ഒരേ സ്കൂള്. ഞാൻ കുറച്ച് വില്ലന്മാരുടെ ഫോട്ടോ കാണിക്കാം. അവരുടെ പേര് പറഞ്ഞേ. ഒറിജിനൽ നെയിം അല്ല, ക്യാരക്ടർ പേര് പറഞ്ഞേ. പാട്ട് പാടും അല്ലേ? ഇവിടെ പാടും. ഞാൻ അറിയാതെ അല്ലേ? ഇവിടെ പാടും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ല, എല്ലാ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും പാട്ട് പാടും. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ കാണിച്ചോ. ഈ ക്യാരക്ടറിന്റെ പേര് ഇത് ആരാന്ന് മനസ്സിലായോ? ചോട്ടാ മുംബൈയിലെ ക്യാരക്ടർ. കവിത തിയേറ്ററിൽ പോയില്ലേ? അവിടെ ഡാൻസ് കളിച്ചില്ലേ? അപ്പൊ കേട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഈ പേര് പറയുന്നുണ്ട്. മണി തന്നെ മണിയുടെ പേര് പറയുന്നുണ്ട്. കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലു. അടുത്ത കാണിക്ക. പക്ഷെ 4 ഉത്തരം പറയായിട്ടുള്ളൂ. ജോർജ് സാർ. ജോർജ് സാർ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ വില്ലന്മാര് ഇങ്ങനെ ഒരു ക്യാരക്ടർ ലുക്കിൽ വില്ലന്മാരില്ല. ഇത് ഇൻ ഹരിഹർ നഗർ. അമ്മച്ചി ഞാനും സേതുവും കൂടെ കിട്ടില്ല. എന്നാ അടുത്ത പിടിയാ. ഇപ്പൊ ഇങ്ങനെ വില്ലന്മാർ ഏതെങ്കിലും ഒരു ഇപ്പൊ വന്ന സിനിമയിൽ ഒരു വില്ലന്റെ പേര് പറഞ്ഞു. ആ ജോർജ് സാർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വില്ലന്റെ പേര് പറഞ്ഞു. ഫോട്ടോ ഒന്നും വേണ്ട, ഒരു 2 വില്ലന്മാരുടെ പേര് പറഞ്ഞാ അല്ലേ? അറിയത്തേയില്ല. ദേവാസുര സിനിമ ഉണ്ടല്ലോ, അതിലെ വില്ലൻ. അത് നായകനാ. ഇത് നീലാണ്ട് ഓപ്പോസിറ്റ് ലാലേട്ടൻ പറയുന്നുണ്ട്. അവര് ഡയലോഗ് ഉണ്ട്, മാറി നിക്കടാ മുണ്ടക്കിൽ ശേഖരൻ. അതാണ്. പിന്നെ അല്ല, ഇതിപ്പോ ആരാന്ന് ചോദിക്കരുത്. മമ്മൂട്ടിയുടെ പടം. മമ്മൂട്ടിയാ സാധ്യയില്ല അല്ലേ? ഇവിടെ ഒരു പാട്ട്, നല്ലൊരു പാട്ട് പാടി കഴിഞ്ഞു ഒരു സ്ലൈസ് ഒക്കെ എനിക്ക് പ്രയർ സോങ് പാടിയോടെ പരിചയമുള്ളൂ. എങ്ങനെയായിട്ട് പാടിയാ? കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 തരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൻ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തോട എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തോട എത്തുകില്ല മാറിവില്ലാണു നീ. ഇത്രയ്ക്ക് നന്നായിട്ട് പാടാനായിട്ടാണോ? കഴിവുള്ള കുട്ടിയാ. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കണ്ടല്ലേ? അതിന്റെ ഒരു ഗുണമുണ്ട്. നിങ്ങൾ രണ്ടുപേരും പാട്ടില്ലല്ലേ? കുഴപ്പമില്ല. എന്നാലും 2 ഉത്തരം പറഞ്ഞു നല്ലൊരു പാട്ടും പാടി സ്ഥിതിക്ക് ഒരു സ്ലൈസ് ഓഫ് കേക്ക് ഇവർക്ക് കൊടുക്കരുത് കേട്ടോ, ഒറ്റയ്ക്ക് തിന്നേക്കണം. അമൃത, അന്ന, റോസ് 3 പേർക്കും കൂടെ കേക്കിൽ നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക് മേടിച്ചു. നിങ്ങളുടെ ആരുടെയും ബർത്ത്ഡേ ഉണ്ട് ഈ മാസം? ജൂലൈയിൽ ബർത്ത്ഡേ ആണ് അന്നയുടെ. റോസ് 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 അന്ന ആരാ? അടുത്ത മാസം അന്നയുടെ ബർത്ത്ഡേ. റോസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റോസിന്റെ ബർത്ത്ഡേക്ക് കേക്ക് റീൽസ് നൽകുന്ന ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ വാങ്ങിച്ചോ. കലക്കും. അനീന. മാളവിക. പഠിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജിലാണ്. നമുക്ക് അറിയാം മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് മോഹൻലാൽ. മമ്മൂട്ടി. മോഹൻലാൽ സിനിമ മമ്മൂട്ടി മോഹൻലാൽ അടി ഉണ്ടാക്കാറുണ്ട് രണ്ടുപേരും? ഞാൻ ഒരു 5 വില്ലന്മാരുടെ ഫോട്ടോ കാണിക്കും. ഞാൻ ഇത്രയും നേരം കാണിച്ചിട്ട് എല്ലാവർക്കും പടം മനസ്സിലായി. പേര് അവിടെ ഇവിടെ തപ്പിയതേ ഉള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഏതാ പടം എന്ന് ചോദിച്ചത്.
ഈ പടം ഇപ്പൊ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തു. വെള്ളോടുപ്പെട്ട സീനുണ്ട്. ഇതിപ്പോ അങ്ങനെ കടാ സത്യം വെടിപൊട്ടി. വെള്ളമെടുപ്പുള്ള സീനുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്നത് സായി കുമാറാ. അല്ല അച്ഛന് പറയണ. ഇത് മനസ്സിലായില്ലേ? എന്നിട്ട് പേര് മനസ്സിലായില്ലേ? അങ്ങനെ 5 ചോദിക്കണ്ടേ? ഓക്കെ, ഒരു ചാൻസ് തരുള്ളൂ. ഫോൺ എ ഫ്രണ്ട്. അത് എല്ലാം അതിക്ക് അല്ല അവരുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് അറിയണമല്ലോ. എല്ലാം കാണിക്കുക. എന്നിട്ട് എല്ലാം ചോദിക്കരുത്, ഒറ്റൊന്നേ ചോദിക്കാൻ പാടില്ല. ഓക്കെ. ജോൺ ഫാനായി. മറ്റേ ഞാൻ പറയാം, മറ്റേ സിനിമ എടി മോഹൻലാലിന്റെ എടി ഇടിക്കാൻ പോണ പടം. എടി മുണ്ടക്കശ്ശേരൻ. മുണ്ടക്കശ്ശേരൻ. ഇത് അതല്ല ഓർട്ടോട് നേരെ നോക്കിയ പടം മനസ്സിലായോ? മമ്മൂട്ടി. ഈ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. വിധേയൻ. എന്നാ ഇത് വിളിച്ചു ചോദിക്കും. മറ്റേ ക്ലൂ ഞാൻ തരാം. വിധേയൻ സിനിമയില് മമ്മൂട്ടി വിളിക്കും. പുള്ളിക്ക് അറിയാലോ. അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ കൊടുത്തേ. എടാ വിധേയം സിനിമയില് മമ്മൂട്ടി ഇല്ലേ വില്ലനായിട്ട് തന്നെ? പുള്ളിയുടെ പേരെന്നാ അതിനകത്ത്? ക്യാരക്ടർ നെയിം ഭാസ്കര പട്ടേ. അതാ ഭാസ്കര പട്ടേൽ. താങ്ക് യു. നിരഞ്ജൻ എന്നാണ് പേര് അവന്റെ. അത് സൂപ്പറാന്ന് പറഞ്ഞേക്കിട്ടാ. നിരഞ്ജൻ സൂപ്പറാന്ന് ചേട്ടൻ പറയാൻ പറഞ്ഞേ. ഇത്രയും പറഞ്ഞില്ലേ? ഇത് പറ. വിജയരാഘവനെ മിമിക്രി ആക്കുന്നവര് കൊല്ലണ്ട എന്ന് പറയുന്നുണ്ട്. സെറ്റല്ലേ? അപ്പൊ കേൾക്കുന്നുണ്ട്. പക്ഷെ രക്ഷിച്ചത് നിരഞ്ജനാണ്. മാളവിക അനിയന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കേക്ക് നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്.